നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്ന പേരെന്ന്. അപ്പം ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഏത്? അത് കമ്പനം എന്നാണ് കേട്ടോ. വൈബ്രേഷൻ എന്നാണ്, വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ദോലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദോലനം അഥവാ ഓസിലേഷൻ? നമ്മളൊരു തുലന സ്ഥാനത്ത്, അതായത് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലെ ഒരു വസ്തുവിനെ തൂക്കിയിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലോട്ട് തട്ടുമ്പോൾ എന്താണ്, ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആടും അല്ലേ? അപ്പം ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു തുലന സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇരുവശത്തേക്കുമുള്ള വസ്തുവിൻ്റെ ചലനത്തെ വിളിക്കുന്ന പേരാണിത് ദോലനം. ഉദാഹരണം പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് ദോലന ചലനത്തിന് ഉദാഹരണം. ഊഞ്ഞാലിൻ്റെ ചലനം എന്തിന് ഉദാഹരണമാണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ആട്ടുതൊട്ടിലിൻ്റെ ചലനം എന്തിന് ഉദാഹരണമാണ്? ദോലനത്തിൻ്റെ ചലനത്തിന് ഉദാഹരണമാണ്. ആട്ടുതൊട്ടിലുണ്ടല്ലോ. അതുപോലെ തൂക്കിയിട്ട വിളക്കിൻ്റെ, അതായത് തൂക്കുവിളക്കിൻ്റെ ചലനം എന്തിന് ഉദാഹരണമാണ്? അത് ദോലനത്തിന് ഉദാഹരണമാണ്. ഈ ദോലനം ഭയങ്കര സ്പീഡിൽ നടന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് കമ്പനം. അപ്പോൾ ഈ കമ്പനത്തിന് ഉദാഹരണം നമ്മളത് ചോദിക്കും. കമ്പനത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടല്ലോടാ. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ചലനം എന്തിന് ഉദാഹരണമാണ്? കമ്പനത്തിന് ഉദാഹരണമാണ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ചലനം. അതുപോലെ തന്നെ ഒരു മേശപ്പുറത്ത് നമ്മളെന്താണ് ഒരു മീറ്റർ സ്കെയിൽ വെളിയിലോട്ട് ഇങ്ങനെ തള്ളി വെച്ചിട്ട് ഇതിൽ തട്ടുമ്പോൾ എന്താണ് ആ മീറ്റർ സ്കെയിൽ മേലോട്ടും താഴോട്ടും ഇടുന്ന അനങ്ങോ അല്ലെ, അടിക്കും ഭയങ്കരമായിട്ട്. ആ മീറ്റർ സ്കെയിലിൻ്റെ ചലനം എന്തിന് ഉദാഹരണമാണ്? കമ്പനത്തിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ വലിച്ചു നീട്ടിയിരിക്കുന്ന ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടിയിട്ട് അതിലൊരു അടി അടിക്കുന്ന സമയത്ത് റബ്ബർ ബാൻഡ് എന്താണ് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടിരുന്ന് വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അതും എന്തിന് ഉദാഹരണമാണ്? കമ്പനത്തിന് ഉദാഹരണമാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം, കമ്പനങ്ങളെല്ലാം തന്നെ ദോലനങ്ങളാണ്. എന്നാൽ മറിച്ച് ദോലനങ്ങളെല്ലാം എന്തല്ല? കമ്പനമല്ല. ഓക്കെയാണ്. അപ്പം കമ്പനങ്ങളെല്ലാം തന്നെ ദോലനമാണ്, മറിച്ച് ദോലനങ്ങളെല്ലാം എന്തല്ല? കമ്പനമല്ല. ഇനി ഇവിടെ പരിക്രമണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലടാ, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി അതിനെ ചുറ്റുന്ന തരം ചലനമാണെന്ത്? പരിക്രമണം എന്ന് പറയുന്നത്. നമ്മുടെ സൂര്യനുണ്ടല്ലോ, സൂര്യനെ ഭൂമി കറങ്ങുന്നു അല്ലേ? അതെന്തിന് ഉദാഹരണമാണ്? പരിക്രമണത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടല്ലേ, ആ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നില്ലേ? അതും എന്തിന് ഉദാഹരണമാണടാ? അതും പരിക്രമണത്തിന് ഉദാഹരണമാണ്. നമ്മളുടെ 10th ലെവൽ പ്രിലിംസിന് സാധാരണ ഇത് രണ്ടുമാണെന്ത്? പരിക്രമണത്തിന് ഉദാഹരണങ്ങളായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഭ്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു എന്താണ് അതിൻ്റെ തന്നെ അച്ചുതണ്ടിനെ ആസ്പദമാക്കി തിരിയുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഭ്രമണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ എന്താണ്? ഭൂമി സ്വയം കറങ്ങുന്നു അല്ലേ? പമ്പരം നമ്മൾ കറക്കി വിടുന്നു. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഭ്രമണത്തിന് ഉദാഹരണമാണ്. ഇനി ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് രാത്രിയും പകലും ഉണ്ടാകുന്നു. ഓക്കെ, ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നു. ഇതിന് കാരണമായ ചലനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഭൂമിയുടെ ഭ്രമണമാണ് കേട്ടോ. എന്നാൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, സീസണുകൾ ഉണ്ടാകുന്നു. കാരണം പരിക്രമണം. ഇനി വർത്തുള്ള ചലനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലടാ, വൃത്താകൃതിയിലുള്ള ഒരു പാതയിലൂടെ വസ്തുവിൻ്റെ ചലനത്തെ വിളിക്കുന്ന പേരാണേത്? വർത്തുള്ള ചലനം. നമ്മൾ ജെയിൻറ്റ് വീലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ആ ജെയിൻറ്റ് വീലിൽ തൊട്ടിയുടെ ചലനം ചോദിച്ചാൽ എന്തിന് ഉദാഹരണമാണ്? ആ തൊട്ടി ഇതാ ഇങ്ങനെ കറങ്ങും അല്ലേ? ഇങ്ങനെ കറങ്ങിയാണ് പോണത്. ആ ജെയിൻറ്റ് വീലിൽ തൊട്ടിയുടെ ചലനം ചോദിച്ചാൽ എന്തിന് ഉദാഹരണമാണ്? അത് വർത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ്. ഇപ്പം അതുപോലെ തന്നെ എന്താണ്, ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടിയുടെ ടയറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചെളിയുടെ ചലനം, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? വർത്തുള്ള ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ഓക്കെയാണേ. ഉത്തോലകം എന്താണ്? ഉത്തോലകം എന്ന് പറഞ്ഞാൽ ലഘുയന്ത്രത്തിന് ഉദാഹരണമാണ് എന്ത്? അപ്പം ലഘുയന്ത്രത്തിന് ഉദാഹരണമാണേത്? ഉത്തോലകം. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നത് ലഘുയന്ത്രത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെ? SCERT ടെക്സ്റ്റ് ബുക്കിൽ ലഘുയന്ത്രത്തിൻ്റെ ഉദാഹരണങ്ങളായി തന്നിരിക്കുന്നത് 1 ഉത്തോലകമുണ്ട്, 2 ചക്രവും അച്ചും, അതുപോലെ തന്നെ കപ്പി, അതുപോലെ ഗിയർ, അതുപോലെ സ്ക്രൂ, മറ്റൊന്ന് ചരിവ് തലം, ആപ്പ് എന്നിവയാണെന്ത്? ലഘുയന്ത്രത്തിന് ഉദാഹരണം. അതിലൊരു ലഘുയന്ത്രമായ ഉത്തോലകത്തെ പ്രധാനമായും 3ആയി തിരിക്കുന്നു. അതായത് ഒന്നാം വർഗ്ഗ ഉത്തോലകം,
രണ്ടാം വർഗ്ഗ ഉത്തോലകം, മൂന്നാം വർഗ്ഗ ഉത്തോലകം. ആ 3 വർഗ്ഗ ഉത്തോലകങ്ങളെ നമുക്ക് പഠിക്കാൻ വേണ്ടി ഈ പറയുന്ന ലഘു യന്ത്രമല്ലേ നമ്മൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ ഫ്ലീ എന്ന് പഠിച്ചിരുന്നാൽ മതി. അപ്പോൾ എന്താണെന്ന് പഠിച്ചിരുന്നാൽ മതി, ഫ്ലീ എന്ന് പഠിച്ചാൽ മതി. അപ്പം അതായത് എന്താണ് കോഡ് എന്ന് പറയാൻ പോവുകയാണേ. ഫ്ലീയുടെ എഫ് എന്താണ് എന്ന് ചോദിച്ചാൽ എഫ് എന്ന് പറഞ്ഞാൽ ഫൽക്രം എന്നാണ് കേട്ടോ. ഫൽക്രത്തിൻ്റെ മലയാളമാണ് ദാരം. എല്ലെന്ന് പറഞ്ഞാൽ ലോഡിൻ്റെ മലയാളമാണ് രോധം. ഇ എന്ന് പറഞ്ഞാൽ എഫർട്ടിൻ്റെ മലയാളമാണ് എന്ത്, യജ്ഞം എന്നാണ്, യജ്ഞം. അപ്പോൾ ഒന്നാം വർഗ്ഗ ഉത്തോലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൽക്രം എവിടെ വരണം, നടുക്ക് വരണം. രണ്ടാം വർഗ്ഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ ലോഡ് എവിടെ വരണം, നടുക്ക് വരണം. മൂന്നാം വർഗ്ഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ എഫർട്ട്, യജ്ഞം എവിടെ വരണം, നടുക്ക് വരണം. ഓക്കെയാണേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുവാണ്. അപ്പം ഈ പറയുന്ന ലോഡിനും അതുപോലെ തന്നെ എഫർട്ടിനും ഇടയിൽ ഫൽക്രം വന്നാൽ അവൻ ഒന്നാം വർഗ്ഗ ഉത്തോലകം. അതുപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന എഫർട്ടിനും ഫൽക്രത്തിനും ഇടയിൽ ലോഡ് വന്നാൽ അവൻ രണ്ടാം വർഗ്ഗ ഉത്തോലകം. അതുപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന എഫർട്ട് നടുക്ക്, ഇവിടെ ലോഡ്, ഇവിടെ ഫൽക്രം, ഇങ്ങനെ വന്നാൽ അത് മൂന്നാം വർഗ്ഗ ഉത്തോലകം. ഇനി എന്താണ് ഫൽക്രം, എന്താണ് ലോഡ്, എന്താണ് എഫർട്ട്, ഈ കാര്യം കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കണേ, ഇതൊരു ഉത്തോലകമാണ്. ആ ഉത്തോലകം വെച്ച് ഞാൻ എന്താണ് ഒരു പാറ ഉയർത്തുവാണ്, അല്ലെങ്കിൽ പാറ തള്ളി നീക്കുവാണ്. അപ്പം ഞാൻ ഇവിടെയാണല്ലോ ബലം പ്രയോഗിക്കുന്നത്. ഞാൻ പ്രയോഗിക്കുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് എഫർട്ട് അഥവാ യജ്ഞം. ഞാൻ ഈ പാറേനെയല്ലേ ഉയർത്തുന്നത്, അപ്പം പാറ താഴോട്ടല്ലേ ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ പ്രയോഗിക്കുന്നതാണ് ലോഡ്. ഓക്കെ. ഇനി ഈ പറയുന്ന ഞാൻ ഈ ഉപയോഗിക്കുന്ന പാര, ഈ പാരയുടെ തുമ്പ് ഞാൻ ഈ പറയുന്ന കുഴിയിലോട്ട് ഇറക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പാറയുടെ ഇടയിലോട്ട് ഇറക്കി വെച്ചിട്ടല്ലേ ഇത് മുകളിലോട്ടും താഴോട്ടും ആക്കുന്നത്. അപ്പോൾ ഈ പറയുന്നൊരു ബിന്ദുവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ ചലിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവനെ വിളിക്കുന്ന പേരാണ് ഫൽക്രം അഥവാ ദാരം എന്ന് വിളിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ നോക്കാം. ഒന്നാമത്തെ പാക്കുവെട്ടി. പാക്കുവെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് പാക്കുവെട്ടി. അപ്പം പാക്കുവെട്ടിയുടെ ഇവിടെയാണ് നമ്മൾ പാക്കിനെ വയ്ക്കുന്നത്. അപ്പം ഞാൻ ഇവിടെയല്ലേ ബലം പ്രയോഗിക്കുന്നത്, അപ്പം ഞാൻ കൊടുക്കുന്ന എഫർട്ട് ഇതാണ് എഫർട്ട്. ഓക്കെ. ഇവിടെയല്ലേ പാക്കിനെയല്ലേ നമ്മൾ കീഴടക്കുന്നത്, അപ്പോൾ ഇതാണ് ലോഡ്. ഈ ഒരു ജോയിൻറ്റിനെ അനുസരിച്ചല്ലേ ഈ പറയുന്ന ഇവൻ മുകളിലോട്ടും താഴോട്ടും എന്താണ് നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നത്. അപ്പോൾ നോക്കടാ, ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ നടുക്ക് എഫ്, 2ൻ്റെ നടുക്ക് ഏതാണ് എല്, 3ൻ്റെ നടുക്ക് ഏതാണ് ഇ വരും അല്ലേ. ഫ്ലീ എന്ന് പഠിച്ചാൽ മതി, ഫ്ലീ അല്ലെങ്കിൽ ഫ്രീ. എല്ലിന് നമ്മൾ മുമ്പ് റെസിസ്റ്റൻസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. എന്നാൽ പുതിയ SCRT-യിലാണ് ലോഡ് എന്ന് പറഞ്ഞു വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ എഫ് ഉണ്ട്, എല്ലുണ്ട്, ഇ ഉണ്ട്, നടുക്കല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പാക്കുവെട്ടി രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇനി നാരങ്ങാഞ്ഞെക്കി നോക്കടാ. നാരങ്ങാഞ്ഞെക്കി ഏകദേശം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നാരങ്ങാഞ്ഞെക്കി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ഇതിനകത്താണ് നാരങ്ങ വയ്ക്കുന്നത്. ഈ വെച്ചേക്കുന്നത് ഷെയ്ഡ് ചെയ്തേക്കുന്നതാണ് നാരങ്ങ. അപ്പോൾ ഇവിടെയല്ലേ ഞാൻ ബലം കൊടുക്കുന്നത്, എഫർട്ട് ഇവിടെ കൊടുക്കും. ഈ നാരങ്ങനെയാണ് കീഴടക്കുന്നവനാണ് ലോഡ്. ഈ എൻജിനെ അനുസരിച്ചല്ലേ ഈ പറയുന്ന ഇവൻ അടക്കാനും തുറക്കാനും പറ്റുന്നത്. അതായത് ഇവൻ ഏത് ബിന്ദുവിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് അവനെ വിളിക്കുന്ന പേരാണ് ഫൽക്രം. അല്ലെങ്കിൽ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഇവൻ കറങ്ങുന്നത് അവനെ വിളിക്കുന്ന പേരാണ് ഫൽക്രം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻഡിൽ എഫ്, നടുക്ക് എല്ല്, ഒരു എൻഡിൽ ഇ. അപ്പോൾ ഇവനും ഏതാണടാ, രണ്ടാം വർഗ്ഗ ഉത്തോലകമാണ്, രണ്ടാം വർഗ്ഗ ഉത്തോലകം. ഇനി ചവണ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലേടാ ചവണ നമ്മളിങ്ങനെ ഇവിടെ എന്താണ് ഒരു കല്ല് വയ്ക്കും അല്ലേ. ഞാൻ ഇവിടെ ബലം പ്രയോഗിക്കും. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ എഫർട്ട് കൊടുക്കും. ഇവിടെയാണ് ഈ പറയുന്ന ഇതാണ് ലോഡ് വരുന്നത് കേട്ടോ. ഇതാണ് ലോഡ്. ഈ പറയുന്ന സാധനം താഴോട്ടും മേലോട്ടും ആവുന്നതിനനുസരിച്ചല്ലേ ഈ പറയുന്ന ചവണ എന്താണ് അനങ്ങുന്നത്. അപ്പം നടുക്ക് ആരാ വന്നേക്കുന്നത്, ഈ അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇവൻ മൂന്നാം വർഗ്ഗ ഉത്തോലകം. ഇനി കത്രിക നോക്ക്. കത്രിക ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് അല്ലേ കത്രിക. അപ്പോൾ കത്രികയുടെ ഇവിടെയാണ് എഫർട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വെച്ചല്ലേ മുറിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ലോഡ്. ഇവിടെ കണ്ട ഇവിടെയാണ്
ഫൽക്രം വരുന്നത്. അപ്പോൾ നോക്ക്, ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ നടുക്കല്ലേ ഈ ഫൽക്രം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കത്രികയാണ് ഏത് ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണം. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏത്? ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട പഠിക്കാനുള്ള താപസംപ്രേഷണങ്ങളാണ് ഏതൊക്കെ? ഒന്ന് ചാലനം, അതുപോലെ തന്നെ സംവഹനം, 3 വികിരണം. ഇതിൽ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ചോദിച്ചാൽ സംവഹനമാണ് കേട്ടോ, സംവഹനം. അപ്പോൾ എന്താണ് സംവഹനം, എന്താണ് ചാലനം, എന്താണ് വികിരണം എന്നൊന്ന് പഠിച്ചേക്കണം. നമ്മുടെ കരവസ്തുക്കളുണ്ടല്ലോ, കരവസ്തുക്കളിൽ നമുക്കറിയാം ഒരു നിശ്ചിത ആകൃതിയൊക്കെ ഉണ്ടല്ലേ. ഈ കരവസ്തുക്കൾ തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനത്തിലൂടെ, ഓക്കെയാണ്, അവയുടെ എന്താണ് കമ്പനം, ആ കമ്പനം വഴി താപം എന്താണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവനെ വിളിക്കുന്ന പേരാണ് ഏത്? ചാലനം. ഓക്കെയാണേ. ഇനി എന്താണ് സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്രകളുണ്ടല്ലോടാ, അവൻ്റെ സ്ഥാനമാറ്റം മുഖേന എന്ത് താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? സംവഹനം. ഈ നമ്മുടെ ദ്രാവകങ്ങൾ, അതുപോലെ തന്നെ വാതകങ്ങൾ, ഇവയിലൊക്കെ എന്താണ് താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം. ഇനി ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? വികിരണം. നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്, സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്നു, ഏത് രീതി? വികിരണമാണ്. അതുപോലെ തന്നെ നമ്മൾ കത്തുന്ന ബൾബിൻ്റെ താഴെ നിൽക്കുന്നു, നമുക്കെന്താണ്? ഒരു ചൂട് അനുഭവപ്പെടുന്നു, കാരണം വികിരണമാണ്. പിന്നെ നമ്മൾ തീ കായുമ്പോൾ നമുക്കെന്താണ്? ചൂട് അനുഭവപ്പെടുന്നു, എന്താണ് കാരണം? വികിരണമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവമാണ് ഈ തെളിഞ്ഞ രാത്രി ഉണ്ടല്ലോടാ, അത് മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണമെന്ത്? അപ്പോൾ നമുക്ക് തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം ചോദിച്ചാലും എന്ത് തന്നെയാണ്? വികിരണമാണ് കാരണം കേട്ടോ, വികിരണം. ഇവിടെ വേറെ നോക്ക്, കരക്കാറ്റ്, കടൽക്കാറ്റ്. അപ്പം കരക്കാറ്റ് എപ്പോഴാണ് വീശുന്നത് എന്ന് ചോദിച്ചാൽ, കരക്കാറ്റ് കരയിൽ രായുണ്ട്, രാത്രിയാണ് വീശുന്നത്. എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്ന് വെച്ചാൽ കരയിൽ നിന്നും കടലിലോട്ട് വീശുന്നു. ഇനി കടൽക്കാറ്റ് ചോദിച്ചാലാടാ, കടൽക്കാറ്റ് ഇല്ലുണ്ട്, അതുകൊണ്ട് പകലാണ്. എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു? കടലിൽ നിന്നും കരയിലോട്ട് വീശുന്നു. ഇതാണ് ഏത്? കരക്കാറ്റ്, കടൽക്കാറ്റ്. അടുത്ത ക്വസ്റ്റ്യനാണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് SI യൂണിറ്റ് ആണ് കേട്ടോ. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ആണ് എന്ത്? ജൂളാണ് കേട്ടോ. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? ജൂള്. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ J കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്. ആ ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൻ്റെ പേരിൽ നിന്നാണ് എന്ത് വന്നത്? ജൂൾ എന്ന് പറയുന്ന പേര് വന്നത് കേട്ടോ. ഈ ഊർജ്ജത്തിൻ്റെ മറ്റൊരു യൂണിറ്റ്, അതായത് ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റാണ് എർഗ്. ഓക്കെയാണ്, ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? അത് എർഗാണ്. ഇത് ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ്. അപ്പോൾ നമ്മൾ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഒരു ജൂൾ = ഡാഷ് എർഗ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗാണ് കേട്ടോ, 7 എർഗ്. അതുപോലെ ഊർജ്ജത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ് കലോറി. ഈ ഒരു കലോറി എത്ര ജൂളെന്ന് ചോദിച്ചാൽ അത് 4.2 ജൂളാണ്. സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി എന്താണ് മീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, നീളമുണ്ടല്ലോ, ലെങ്ത്, നീളത്തിൻ്റെ SI യൂണിറ്റാണ് ഇത്, അത് മീറ്ററാണ് കേട്ടോ. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സമയത്തിൻ്റെ SI യൂണിറ്റാണ് ഇത്, സെക്കൻഡ്. ഓക്കെ, ഇനി എന്താണ് പ്രകാശവർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ നീളത്തിൻ്റെ ഒരു യൂണിറ്റാണ് ഇത്, പ്രകാശവർഷം കേട്ടോ. പ്രകാശവർഷം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സമയമൊന്നും ആലോചിക്കരുത്. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നീളത്തിൻ്റെ തന്നെ ഒരു യൂണിറ്റാണ്. അതായത് പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അല്ല എങ്കിൽ അടുത്തടുത്തുള്ള 2 നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് ഇത്, പ്രകാശവർഷം കേട്ടോ. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്നത്.